അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരുമോ അതിനകത്ത് ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ പിരിക്കാം എന്നല്ലേ അവർ നോക്കുള്ളൂ. ഒരാളുടെ വ്യക്തി ജീവിതത്തിൽ അയാൾ പല്ല് തേക്കുന്നുണ്ടോ, അയാൾ മുതുക് ചൊറിയുന്നുണ്ടോ, അയാൾക്ക് കുളിച്ചിട്ടുണ്ടോ, അയാൾ ബാത്റൂമിൽ പോയോ, അയാൾ അടുത്ത ആൾക്ക് വേണ്ടിയിട്ട് എന്ത് അടിയാണ് ഉണ്ടാക്കണം, എന്ത് പാരയാ പണി, എന്തിനാന്നേ. ആകെ ചെയ്തത് ഒരു കല്യാണം കഴിച്ചതാ. എന്നെ എടുത്ത് അമ്മാനം അടി എന്ന് പറഞ്ഞാൽ അമ്മാതിരി അമ്മാനം അടി. ഉടനെ താഴെ കമൻറ്റ്, രണ്ടെണ്ണം അടിച്ച് പൂസാണ് അതാ കണ്ട. സ്വന്തം വീട്ടിനകത്തുള്ള കാര്യങ്ങൾ നോക്കാൻ ആൾക്കാർക്ക് സമയമില്ലാതെ അടുത്ത വീട്ടിലേക്ക് എത്തി നോക്കുന്ന സ്വഭാവമല്ലേ ഇത്. ശരി, ഞങ്ങൾ സ്നേഹമായിട്ട് ഞങ്ങൾ അടികൂടുകയല്ല ചെയ്തത്, ഒന്നും വൃത്തികേടായിട്ടൊന്നും ചെയ്തില്ല. എൻ്റെ വൈഫിനെ ഞാൻ ചേർത്ത് പിടിച്ചു. ഹൗ യു ക്യാൻ മാനിപ്പുലേറ്റ് ടു ത്രോ സംബഡി ഔട്ട് ആൻഡ് സ്റ്റേ ദെയർ. എനിക്ക് ഈ വീഡിയോ സേവ് ചെയ്ത് വെക്കാം. നാളെ കോൾ വന്നാലും ഞാൻ ഇല്ലാന്നേ പറയൂ. അടുക്കള അല്ല, എന്താ ബെഡ്റൂമിൽ കാണിക്കേണ്ടത് റോട്ടിൽ കാണിക്കുന്നു. ഇവനെ കൊണ്ടൊക്കെ ഇങ്ങനെ പറയുന്ന ആൾക്കാരാണ്. ഇവരുടെ മുന്നിലാണോ ഞാൻ എൻ്റെ ജീവിതം തുറന്ന് കാണിക്കേണ്ടത്? എല്ലാവരും ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാവണമെന്നില്ല. ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ടാവും. മിഡിൽ ഈസ്റ്റിൽ ഞാൻ കണ്ടിട്ടുള്ളത് ഫുട്ബോളാണ് ക്രേസ്. അവിടെ ക്രിക്കറ്റ് അത്ര ക്രേസ് ആയിട്ടില്ല. ഉണ്ട്, ഓക്കെ, ഒരു ലെവൽ വരെ ക്രേസ് ഉണ്ട്. UAE ടീമൊക്കെ ഉണ്ട്, സമ്മതിച്ചു. പക്ഷേ ഞാൻ കണ്ടിട്ടുള്ള അവിടെ ഫുട്ബോളിന് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അതുപോലെ ബിഗ് ബോസ് ചിലപ്പോൾ എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. എനിക്ക് ചിലപ്പോൾ വേറൊരു മേ ബി വെബ് സീരീസ് ആയിരിക്കും എനിക്ക് ഇഷ്ടമുണ്ടാവുക. ഞാൻ സുഴൽ കണ്ടതാണ്, പാർട്ട് 1 പാർട്ട് 2 രണ്ടും കണ്ടതാണ്. സുഴലിൻ്റെ ബോട്ടെക്സ് ഞാൻ ഇതും കണ്ടതാണ്. അതേപോലെ വെബ് സീരീസ് ഞാൻ പലതും ഞാൻ കാണാൻ ശ്രമിക്കാറുണ്ട്. ചിലതൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെടാറുണ്ട്. ഇപ്പോൾ ചട്ടമും നീതിയും എന്ന് പറഞ്ഞിട്ടൊരു തമിഴ് വെബ് സീരീസ് ഉണ്ടായിരുന്നു, അത് കണ്ടു. മലയാളത്തിൽ ഞാൻ സിനിമകൾ കാണാറുണ്ട്, ഹിന്ദി കാണാറുണ്ട്, തെലുങ്ക് കാണാറുണ്ട്. എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ബിഗ് ബോസ് കാണാനുള്ള ക്ഷമ ചിലപ്പോൾ എനിക്ക് ഉണ്ടാവില്ല. കാരണം ഒരാളുടെ വ്യക്തി ജീവിതത്തിൽ അയാൾ പല്ല് തേക്കുന്നുണ്ടോ, അയാൾ മുതുക് ചൊറിയുന്നുണ്ടോ, അയാൾക്ക് കുളിച്ചിട്ടുണ്ടോ, അയാൾ ബാത്റൂമിൽ പോയോ, അയാൾ അടുത്ത ആൾക്ക് വേണ്ടിയിട്ട് എന്ത് അടിയാണ് ഉണ്ടാക്കണം, എന്ത് പാരയാ പണി, എന്തിനാന്നേ. സ്വന്തം വീട്ടിനകത്തുള്ള കാര്യങ്ങൾ നോക്കാൻ ആൾക്കാർക്ക് സമയമില്ലാതെ അടുത്ത വീട്ടിലേക്ക് എത്തി നോക്കുന്ന സ്വഭാവമല്ലേ ഇത്. ചീത്ത എന്നല്ല പറയണേ, അത് അവരുടെ രീതിയല്ലേ, അത് അവരുടെ രീതിയാണ്. ആയിക്കോട്ടെ, അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഞാൻ ചീത്ത എന്നൊന്നും ഞാൻ പറയില്ല. അത് അവർ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, ആ ഗെയിം ഷോ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, ഇറ്റ്സ് നൈസ്. അത് ഇറ്റ്സ് എ ഗെയിം ഷോ. അപ്പോൾ ആ ഗെയിം ഷോവിനകത്തുള്ള മെയിൻ തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയം എന്ന ആ കോൺസെപ്റ്റ് ഇല്ലാണ്ടാക്കുക, ബന്ധങ്ങൾ എങ്ങനെ നമുക്ക് ആൾക്കാർ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് കാണുക, അതെല്ലാമാണ് ആ ഗെയിം. ഹൗ യു ക്യാൻ മാനിപ്പുലേറ്റ് ടു ത്രോ സംബഡി ഔട്ട് ആൻഡ് സ്റ്റേ ദെയർ. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. കാട്ടിലെ നീതിയാണ്. ആരാണോ ഫിറ്റായിട്ടുള്ളത് അവർ നിൽക്കും. ആര് വേറൊരാളെ ഇടിച്ച് താത്തി ഇടാൻ പറ്റും. അങ്ങനത്തെ ഒരു ഗെയിമൊക്കെ എനിക്ക് വലിയ പാടാണ്. എനിക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ സ്നേഹമായിട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ചിരിക്കാൻ കുഴപ്പമില്ല. ഇപ്പോൾ ഞാനോ അല്ലെങ്കിൽ കുഞ്ഞുമോളോ വൈഫോ അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരുമോ അതിനകത്ത് ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ പിരിക്കാം എന്നല്ലേ അവർ നോക്കുള്ളൂ. കാരണം ഞങ്ങളൊരു ആ കോമ്പറ്റീഷനിൽ അവർക്കെതിരെയുള്ള ത്രെറ്റാണ്. അപ്പോൾ ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനെ എങ്ങനെ ചവിട്ടി ഇല്ലാതാക്കാം എന്നുള്ളൊരു ഗെയിം ഷോയിലേക്ക് എനിക്ക് താല്പര്യം കുറവാണ്. പിന്നെ യെസ്, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് സാമ്പത്തികമായിട്ട് നല്ല നേട്ടം ഉണ്ടാവും. അവർ ജയിച്ചാൽ അവർക്ക് ചിലപ്പോൾ കോടിക്കണക്കിന് പൈസ ഉണ്ടാവും. പക്ഷേ എനിക്ക് എന്തിനാണ് കോടിക്കണക്കിന് പൈസ? എനിക്ക് എൻ്റെ കുടുംബത്തിനും മാക്സിമം പോയാൽ ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരും കൂടെ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ ഒരു 1000 രൂപ വേണം. 1200 രൂപ മതിയാവും ഇല്ലേ? എല്ലാ ദിവസവും എന്തായാലും നമ്മൾ ഹോട്ടലിൽ പോകാൻ പോകുന്നില്ല. അപ്പോൾ എനിക്ക് മാസം എൻ്റെ ആവശ്യങ്ങൾ കുറവാണ്. ഓക്കെ, വസ്ത്രങ്ങളെടുത്താലും ഞങ്ങൾ അങ്ങനെ ജിയോർജിയോ അർമാനിയോ അല്ലെങ്കിൽ ഈവ് സെയിൻറ്റ് ലോറൻ്റോ മാത്രം ഇടുന്ന ആൾക്കാരല്ല. ഞാൻ സാധാരണ എനിക്ക് ഏതൊരു ചെറിയ കടയിലുള്ള തുണിയും എനിക്ക് ഓക്കെയാണ്. എൻ്റെ സൈസിൽ കിട്ടണമെന്നേ ഉള്ളൂ. ഞാൻ ഇച്ചിരി സൈസ് കൂടുതലായത് കാരണം മേ ബി അതിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ. അല്ലാതെ എനിക്കങ്ങനെ വലിയ ഹൈ ഹോപ്സ് ഒന്നുമില്ല. എൻ്റെ വണ്ടി അവിടെ കിടക്കുന്ന KUV 100 ആണ്. കുറച്ച് 1,20,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഐ എം ഹാപ്പി വിത്ത് ദാറ്റ്. എനിക്ക് കോടികൾ വെച്ചിട്ട് ഞാൻ ബെൻസിൽ മാത്രമേ പോകുള്ളൂ എന്ന് ആഗ്രഹിക്കുമ്പോഴേ പ്രശ്നമുള്ളൂ. മെർസെഡസ് ഇസ് എ നൈസ് വെഹിക്കിൾ, ബട്ട് മെർസെഡസ് ഇസ് നോട്ട് മൈ കൈൻഡ്. ഞാൻ അതിനകത്ത് ഫിറ്റ് ആവത്തില്ല. നമുക്ക് പൈസക്കപ്പുറം ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ ഫേസ് പബ്ലിക് വാല്യൂ. പ്ലാറ്റ്ഫോം. ഞാൻ ആകെ ചെയ്തത് ഒരു കല്യാണം കഴിച്ചതാണ്. എന്നെ എടുത്ത് അമ്മാനം അടി എന്ന് പറഞ്ഞാൽ അമ്മാതിരി അമ്മാനം അടി. ഒരു ബിഗ് ബോസ് ലെവലിൽ എന്നെ ആൾക്കാർ ചീത്ത വിളിച്ചിട്ടുണ്ട്. ആയിക്കോട്ടെ. ബിഗ് ബോസിന്റെ എന്തെങ്കിലും വിളി വന്നായിരുന്നോ അങ്ങോട്ടേക്ക്? ഏതാ? ബിഗ് ബോസിലേക്ക് വല്ല കോളും വന്നിരുന്നോ? ഇല്ല, പലരും ചോദിച്ചു വൈൽഡ് കാർഡിൽ പോയിക്കൂടെ, അങ്ങനെ പോയിക്കൂടെ, ഇങ്ങനെ. എനിക്ക് താല്പര്യമില്ല. കുഞ്ഞുമോളുടെ അടുത്ത് അങ്ങനെ തന്നെ ചോദിച്ചു. ഞാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് വൈഫിന് താല്പര്യം ഉണ്ടാവണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ചോദിച്ചപ്പോൾ പുള്ളിക്കാരെങ്കിൽ താല്പര്യമില്ല. ഓക്കെ, ഫൈൻ, ദെൻ ഇറ്റ്സ് ഫൈൻ. ഒരു കോള് വന്നാൽ പോകുമോ? എന്തിനാ? പിന്നെ
ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ സേവ് ചെയ്ത് വെക്കാം. നാളെ കോൾ വന്നാലും ഞാനില്ല എന്നേ പറയൂ. അത്രയ്ക്ക് എനിക്ക് അടുത്ത നേരം ജീവിക്കാൻ പൈസ ഇല്ലാതെ ഞാൻ ഇത് വന്നാലും ഇങ്ങനെ പൈസ ഉണ്ടാക്കണം എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് പൈസയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു ഫെയിം വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനും വൈഫ് ടയേർഡായിട്ട് വർക്ക് കഴിഞ്ഞ് ഷൂട്ട് കഴിഞ്ഞ് ടയേർഡായിട്ട് വന്ന് ഇവിടെ പൈതോശയുടെ അവിടെ അന്ന് ബർത്ത്ഡേ ആയിരുന്നു പാവം കുഞ്ഞിൻ്റെ. അപ്പോൾ കുഞ്ഞുമോൾ വന്നിട്ട് ഏട്ടാന്ന് പറഞ്ഞ് വന്ന് ഹഗ് ചെയ്തു. യൂട്യൂബേഴ്സ് അത് ഷൂട്ട് ചെയ്തു. ശരി, ഞങ്ങൾ സ്നേഹമായിട്ട് ഞങ്ങൾ അടികൂടുകയല്ല ചെയ്തത്, ഒന്നും വൃത്തികേടായിട്ടൊന്നും ചെയ്തില്ല. എൻ്റെ വൈഫിന് ഞാൻ ചേർത്ത് പിടിച്ചു. ഉടനെ താഴെ കമൻറ്റ്, രണ്ടെണ്ണം അടിച്ച് പൂസാണ്, അതാ കണ്ട. ആൾക്കാരുടെ മെൻറ്റാലിറ്റി അതാണ്. അവർ സ്ഥിരമായിട്ട് ഇങ്ങനെ കുടിച്ച് പൂസായി ആരെങ്കിലും കയറി പിടിക്കുന്നുണ്ടാവും, എനിക്കറിയില്ല. പക്ഷേ ഞാൻ എൻ്റെ ഭാര്യയെ വയ്യാതിരിക്കുന്ന സമയത്ത് ചേർത്ത് പിടിച്ച് എനിക്ക് ചായ വാങ്ങിച്ച ഏട്ടാ എനിക്ക് നല്ല തലവേദന എടുക്കുമെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഓൾമോസ്റ്റ് കരച്ചിലിൻ്റെ വക്കിൽ നിൽക്കുന്ന എൻ്റെ ഭാര്യയെ സമാധാനിപ്പിച്ചത് ആൾക്കാർക്ക് ഞാൻ കുടിച്ച് പൂസായിട്ട് ഇവൻ വീട്ടിൽ അടുക്കള അല്ല എന്താ ബെഡ്റൂമിൽ കാണിക്കേണ്ടത് റോട്ടിൽ കാണിക്കുന്നു, ഇവനെ കൊണ്ടൊക്കെ ഇങ്ങനെ പറയുന്ന ആൾക്കാരാണ്. ഇവരുടെ മുന്നിലാണോ ഞാൻ എൻ്റെ ജീവിതം തുറന്ന് കാണിക്കേണ്ടത്? ഇത്രയും കാണിക്കുമ്പോൾ തന്നെ ഇവരിങ്ങനെ പറയുന്നു. ഇനി ബിഗ് ബോസിൽ പോയി ഞാൻ എന്തൊക്കെ പറയും? പിന്നെ എനിക്ക് ഓരോ ദിവസവും ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ ഞാൻ എത്രയോ കാലമായിട്ട് ചെയ്തു വരികയാണ്. അതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് എനിക്ക് ഡു ഐ നീഡ് എനിത്തിങ് താല്പര്യം തോന്നിയിട്ടില്ല. നമ്മളൊരു പബ്ലിക് റെസ്പോൺസ് എടുത്തപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് കൂടുതലും 20 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് ബിഗ് ബോസ് കൂടുതലും കാണുന്നത്. അപ്പോൾ തോന്നുന്നുണ്ട് ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് നന്നായിട്ട് സൊസൈറ്റീനെ. സൈക്കോളജിക്കലി നമുക്ക് മൈൻഡ് എന്ത് പറയുന്നോ അതെല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. ഒരു സൊസൈറ്റി എങ്ങനെയാണ് പോകുന്നതെന്നുള്ളത് അതിൻ്റെ ഒരു ക്രോസ് സെക്ഷനിൽ നമ്മൾ കാണുന്ന പ്രോഗ്രാംസ് എല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ ബിഗ് ബോസ് കാണുന്ന ഒരാൾക്ക് റിയൽ ലൈഫിലും സ്വന്തം വീട്ടിനകത്ത് ചേട്ടനും അനിയനാണെന്നുണ്ടെങ്കിൽ അനിയൻ എങ്ങനെ ചവിട്ടി പുറത്താക്കാമെന്ന് ചേട്ടൻ ആലോചിക്കുകയും ചേട്ടൻ എങ്ങനെ ചവിട്ടി പുറത്താക്കാമെന്ന് അനിയൻ ആലോചിക്കുകയും ചെയ്തുകൂടെ? അച്ഛനും അമ്മയെ എങ്ങനെ നമുക്ക് ഈ ഗെയിമിൽ നിന്ന് ഔട്ടാക്കാം എന്ന് ചിന്തിച്ചുകൂടെ? ഇതല്ലേ നടക്കുന്നത്. സോ ഇൻഫ്ലുവൻസ് ചെയ്യില്ല എന്നൊന്നും ഞാൻ പറയില്ല, ഇൻഫ്ലുവൻസ് ചെയ്യും. സോ ദാറ്റ്സ് എ സാഡ് തിങ്. ഇതാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനിടയ്ക്കാണ് ഞാൻ പറയുന്നത്, ഒരു അമ്മയുടെ നൊമ്പരം പറയുന്നൊരു കഥ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യാനാണ് ഞാൻ കൂടുതൽ താല്പര്യപ്പെടുന്നത്. ഈ മൂന്നാം നൊമ്പരം എന്ന സിനിമ അവിടെ പ്രസക്തിയുണ്ട്. കാരണം ഒരു മകന് അമ്മയുടെ നൊമ്പരം എന്താണെന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഈ സിനിമ കാണണം.